ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ചിട്ടി ലാസ്റ്റ് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. ഇത്തവണ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹോസ്റ്റ് ചെയ്യണ ഷെറിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിലല്ല, പുറത്തൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കണേ. അപ്പം നമുക്ക് ഭയങ്കര ത്രില്ലായിരുന്നു എല്ലാവരും കൂടി കാറിലിരുന്ന് അടിച്ചു വിളിച്ച് പോകാമല്ലാന്ന്. അധിക ദൂരം ഇല്ല കേട്ടോ, എന്നാലും കിട്ടിയ സമയം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം 3 കാറിലായിട്ടാണ് പോയത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം, കാറും ഉണ്ട്, പക്ഷെ എല്ലാവരും എടുക്കേണ്ട കാര്യമില്ല. അപ്പം 3 വണ്ടിയിലായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഷെറിൻ്റെ വീടെത്തി. നല്ല അടിപൊളി വീടാണ്, നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി വീടൊക്കെ കാണുക കേട്ടോ. പിന്നെ എല്ലാവരും കൂടി വാചകടി തുടങ്ങിയിട്ടോ. മാസത്തിലൊരിക്കൽ കാണുന്നതല്ലേ, ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചിട്ടി കൂടിയതും. എല്ലാവരും കൂടി കാണുക, സംസാരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, കുട്ടികൾ ഇങ്ങനെ ജിയാനയും റീറ്റയും കൂടി നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് സെറ്റപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തവണ നമ്മളൊരു ചെറിയ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചിട്ടിയിൽ. കലവില വർത്താനം എല്ലാവരും കൂടി കൂടുമ്പോൾ. ഇത് നമ്മുടെ യെല്ലോ ഷോളിട്ട ആള് ദിവ്യ പള്ളിയിൽ ഒരു വാക്കിംഗ് കോമ്പറ്റീഷൻ നടത്തി സ്പോർട്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുക കേട്ടോ. വീഡിയോ ഒക്കെ കാണിച്ച് എല്ലാവരും കൂടി അന്തം വിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരു തമാശയായിരുന്നു, ചിരിച്ചിരിച്ച് എല്ലാവരും അവശതയായി എന്ന് പറയാം. ദിവ്യ പിന്നെ സ്പോർട്സിനൊക്കെ പോയ സമ്മാനം അടിച്ചേ വരുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടക്കാണ് നമ്മൾ ഓർത്തത് ചിട്ടി എടുക്കണമല്ലോ, നറുക്കെടുക്കണമല്ലോ എന്ന്. അങ്ങനെ ദൃശ്യയുടെ മോള്, ഏറ്റവും ചെറിയ കുട്ടി നമ്മുടെ കൂട്ടത്തിൽ, അവളാട്ടോ ഇത്തവണ ചിട്ടി എടുത്തത്. അപ്പം നെക്സ്റ്റ് ചിട്ടി ധന്യക്കാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ധന്യയുടെ വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുഡ് അടിയാണ്. അപ്പോൾ ഇത്തവണ ഷെറിൽ നല്ല അടിപൊളി പാനിപ്പൂരി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരി പുറത്തുനിന്ന് മേടിച്ചു, പാനി മസാലയൊക്കെ ആൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഷെറിൽ ഇങ്ങനെ ഓരോ പൂരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, മസാലയും പാനിയൊക്കെ ഒഴിച്ച് ഞങ്ങളത് അടിച്ചു മാറ്റും. എല്ലാവരും കൂടി ഭയങ്കര തിരക്കിലാട്ടോ. അപ്പോൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലായിരുന്നു കാര്യങ്ങൾ പോണത്. ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ തരത്തിലുള്ള ആൾക്കാർ, അതായത് ചെറിയ കുട്ടി തുടങ്ങി പ്രായമായവർ വരെ എൻജോയ് ചെയ്യണ ഒരു വിഭവമാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴല്ലേ വന്നു തുടങ്ങിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് 2002 കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നാണ് ഈ ചാറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്നൊക്കെ ഇവിടെയൊക്കെ ചാറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നാട്ടിൽ സെറ്റിൽ ചെയ്തേക്കണ കാരണം നാട്ടിലും കിട്ടും ചാറ്റ്സ്. ഒത്തിരി ഉണ്ട്. ഇത് പാനിപൂരി, ഭേൽപൂരി, ദഹി പൂരി, പിന്നെ സമൂസ ചാറ്റ്സ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാ റോഡ് വഴിയും ഒക്കെ കടകളുണ്ടാവും. ഇതിൻ്റെ കടകളിലൊക്കെയാണോ ഒത്തിരി തിരക്കുമായിരിക്കും കേട്ടോ. വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പൂരി സെറ്റ് ചെയ്ത് വെക്കണത് അറിയാണ്ട് തീർന്നു പോവുക. എനിക്ക് തോന്നണു ഷെറിൽ കഴിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരും അതന്വേഷിച്ചൊന്നുമില്ല. പൂരി ഓരോന്നേ എടുത്ത് തിന്നുക. രാഗിയൊക്കെ എൻജോയ് ചെയ്യുക. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ രാഗിക്ക് ഒട്ടും താല്പര്യമില്ല. ഒരിക്കലും വേസ്റ്റ് ചെയ്യരുതെന്നാണ് രാഗിയുടെ പോളിസി. രാഗി അത് എൻജോയ് ചെയ്ത് കഴിക്കണ്ട്. ലീമയും റിജീനയും കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ലിജയും മോളും നിക്കയും അവരും കുറച്ച് ലേറ്റായി. പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ അവർ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഷെറിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഷെറിൽ തന്നെ ഇതിൻ്റെ റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ ഒരു ചെറിയ ഗെയിമാണ്, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഗെയിം. ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കളിച്ചു.
ഞാൻ എല്ലാവരുടെയും വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും പോസ്റ്റ് ചെയ്യണില്ല. നിങ്ങളുടെയും ടൈം കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യണത് നമ്മുടെ ഗെയിം കണ്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കേട്ടോ കളിക്കാൻ തുടങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചു, തോന്നണു വിൻ ചെയ്തിട്ടുണ്ട്. ദിവ്യ മാഡം കളിച്ചു, മാക്സിമം ട്രൈ ചെയ്തു കപ്പടിക്കാനായിട്ട്. പക്ഷെ അന്നത്തെ ദിവസം ദിവ്യക്ക് അനുകൂലമല്ലായിരുന്നു തോന്നുന്നത്. കുറേ ട്രൈ ചെയ്തു, പക്ഷെ അവസാനം തോൽവി സമ്മതിച്ച് ആള് പിന്മാറി കേട്ടോ. ഗെയിമൊക്കെ കഴിഞ്ഞ് പിന്നെയും വർത്താനം തുടങ്ങിട്ടോ. വർത്താനം തീരില്ല, സമയം പോണതേ അറിയില്ല. അവസാനം അടിയായ പോലെ ഉണ്ട്. ദിവ്യ ജാഗിയെക്കൂടി അടിയൊന്നും അല്ല കേട്ടോ, അതൊക്കെ തമാശയാണ്. പിന്നെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് അപ്പാർട്ട്മെൻറ്റ് കെങ്കേരി സാറ്റലൈറ്റ് ടൗണിലാണ്. അപ്പോൾ സാറ്റലൈറ്റ് ടൗണൊക്കെ ഇപ്പോൾ കുറേ മാറിപ്പോയിട്ടോ, ബിസി സ്ട്രീറ്റായി. രണ്ട് സൈഡിലും നിറയെ കടകളാണ്. അത് രാത്രിയായാലും ലൈറ്റ് ഇല്ല, അങ്ങനെ തിരക്കായി തുടങ്ങിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.